നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. NSE ഒന്ന് ശ്രമിച്ചായിരുന്നു. അത് ഇന്നലെ ബൂമറാങ് ആയി. ഇന്നത് എന്താവുന്നു എന്ന് നോക്കാം. അവസാനത്തിലുള്ള അരമണി നേരം ബ്ലൈൻഡ് ട്രേഡിംഗ് ആണ് ചെയ്തത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ. അതിന് കുറച്ച് സമയം എക്സ്ട്രാ കൊടുത്തതായിട്ടും ഒരു സംസാരമുണ്ട്. പക്ഷെ അകത്ത് ആ ബ്ലാക്ക് ബോക്സിൽ എന്താണ് നടക്കുന്നു എന്ന കാര്യം ആർക്കും അറിയൂല. എന്നാണ് അവരൊക്കെ അവിടെ ക്യൂട്ട് ചെയ്തത്. സിൻസ് ഞാൻ ഓപ്ഷൻസ് ഓൺ ഫ്യൂച്ചേഴ്സിൽ വലുതായിട്ട് ട്രേഡ് ചെയ്യാത്ത കാരണം ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. ബേസിക്കലി അവർ എല്ലാം ശരിയായി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ശരിയായി ചെയ്യുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മാർക്കറ്റിൽ നിഫ്റ്റി ഒരു 200 പോയിന്റ് ഏറിയായിരുന്നു. അതേസമയം സെൻസെക്സിൽ ആ 200 പോയിന്റ് ഏറിയില്ല. സോ സെൻസെക്സ് വേറെ ഡയറക്ഷനിൽ ചെന്നായിരുന്നു, നിഫ്റ്റി ഇന്നൊരു ഡയറക്ഷനിൽ ചെന്നായിരുന്നു. ഇത് റയർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ റയർ അല്ല. നിഫ്റ്റി വന്നിട്ട് ട്രേഡിംഗ് പ്രോസസ്സിൽ കൈവച്ചു. അങ്ങനെ കൈവച്ചതിൻ്റെ ഇമ്പാക്റ്റാണിത്. ഇത് കാരണം ഇന്ന് രാവിലെ തുറന്ന ഉടനെ എന്തായെന്ന് വെച്ചാൽ സെൻസെക്സിനും നിഫ്റ്റിക്കും വലിയൊരു ആർബിറ്റ് ലാർജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ആർബിറ്റ് ലാർജ് ഗ്യാപ്പിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി 200 പോയിന്റ് നിഫ്റ്റിയിൽ രാവിലെ ഇറങ്ങിയായിരുന്നു. സെക്സ് ഫ്ലാറ്റ് ആയിരുന്നു. ഇതാണ് നടന്നത്. ഇന്നലെ അവസാന നിമിഷം ഏറിയ 200 പോയിന്റിന് രാവിലെ എടുത്തുകൊണ്ട് അവിടെ നിഫ്റ്റി വെള്ളം ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്നത് പോലെ കുറച്ചുറച്ച തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് FCN കാരണം $45 ബില്യൺ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് 2 മാസം ഇരിക്കും, ഒരുപാട് കടം വാങ്ങി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു. മൻമോഹൻ സിംഗിന്റെ കാലത്തിൽ നടന്നതിനും ഇപ്പം നടക്കുന്നതിനും വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് 0-യിലാണ് ഇരുന്നത്. ഒരുപാട് ദിവസത്തിന് 0-യിലാണ് ഇരുന്നത്. പേപ്പർ ട്രാൻഡ്രംസ് നടം ഇങ്ങനെ ആയി. ഇന്നും അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് 3.5-ൽ നിന്ന് 3.25-ന്, അതായത് ഇന്നും 0.5% കയറും എന്നാണ് പറയുന്നത്. ഇത് കാരണം ഇന്ത്യൻ മാർക്കറ്റ് പ്രഷറിലാണ് ഇരിക്കുന്നത്. ഇതാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ വന്നിട്ട് ബോണ്ട് റേറ്റിനെ 6.8-ൽ വച്ചിരിക്കുന്നത്. സോ ബോണ്ടിൽ കാശ് വരുന്നില്ല. അതുമാത്രമല്ലാതെ ബൂംബർഗും അവരുടെ ഇൻഡെക്സിൽ ഈ ബോണ്ടിനെ ചേർത്തില്ല. പക്ഷേ FCNകത്ത് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണമാണ് റുഫി വളരെ സേഫായിട്ട് 95.35-ൽ ഇരിക്കുന്നത്. ഇതാണ് റിയാലിറ്റി. ഇന്ന് സ്വർണത്തിൻ്റെ വിലയിൽ ഒരു 50 രൂപ കുറഞ്ഞിട്ടുണ്ട്. നാരോ റേഞ്ചിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. 4000-ൻ്റെ താഴെ, പിന്നെ 4000-ൻ്റെ മുകളിൽ എന്ന് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 1000-ൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നു. 4000-ൻ്റെ താഴെ ഇറങ്ങിയില്ല. അതുപോലെ തന്നെ 4200-ൻ്റെ മുകളിലും അത് ചെല്ലുന്നില്ല. സോ ഈ നാരോ റേഞ്ചിലാണ് സ്വർണം ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളി വന്നിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 218 വില. 2,18,000 രൂപയാണ്. നോക്കുമ്പോൾ 1 ഗ്രാമിന് 218 വില വരുന്നത്. വാങ്ങുന്ന മുമ്പ് വിൽക്കാൻ ശ്രമിക്കണം. ഇത് വില നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആണ് യഥാർത്ഥ പ്രൈസ് സിൽവറിൻ്റെ. ഇതിന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്നുള്ള മുഖ്യ വാർത്തകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്നുള്ള മുഖ്യ വാർത്ത എന്തെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മുത്തൂട്ട് വീഴുന്നു എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മുത്തൂട്ട് വീഴുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ മാർജിൻ പ്രഷറാണ്. മാർജിൻ പ്രഷർ എന്ന് വെച്ചാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 20% കുറഞ്ഞ് 10.5% വന്നിരിക്കുന്നു. 13% ഇരുന്ന മാർജിൻ 10% വീഴുന്ന കാരണം മാർക്കറ്റ് ഇതിനെ പണിഷ് ചെയ്തിരിക്കുന്നു. കാരണമാണ് മുമ്പുള്ള മാർക്കറ്റ് വീഴുന്നത്. ഇന്നൊരു കാര്യം, ഗോൾഡ് റേറ്റ് 6 മാസത്തിന് ഏറൂല. 6 മാസത്തിൻ്റെ ശേഷം എന്താവുമെന്ന് പറയാൻ പറ്റൂല. അതായത് അൺസർട്ടനിറ്റി ഇരിക്കും, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഗോൾഡ് റേറ്റ് ഏറിയില്ലെങ്കിൽ എയിൽ കയറ്റം ഇരിക്കും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് ഈ സ്റ്റോക്കിനെ അടിച്ചിരിക്കുന്നത്. എൻ്റെ പൊസിഷൻ എന്തെന്ന് വെച്ചാൽ, യെസ്, അടുത്ത 6 മാസത്തിന് ഗോൾഡിൽ ഒരു ബ്രേക്കൗട്ട് കൊടുക്കുന്നത് വളരെ പാടാണ്. ബട്ട് അതിൻ്റെ ശേഷം ബ്രേക്കൗട്ട് ഡെഫിനറ്റ് ആയിട്ടിരിക്കും. ആ ബ്രേക്കൗട്ട് വരുന്ന വരയ്ക്കും മുത്തൂട്ട് പ്രഷറിലിരിക്കും. മണപ്പുറത്തിൽ ഇപ്പോഴാണ് 80-85% ഗോൾഡ് ഏറിയിരിക്കുന്നു. ഒരിടത്ത് 95% ഗോൾഡ് ഇരിക്കുവാണെങ്കിൽ മുത്തൂട്ടിന് എന്ത് വാല്യുവേഷനോ അതേ വാല്യുവേഷൻ മണപ്പുറത്തിനും കിട്ടും. സോ മുത്തൂട്ട് വീഴുന്നതിന് ഈ മാർജിൻ പ്രഷറാണ് യഥാർത്ഥ കാരണമായിരിക്കുന്നത്. അവസരം കിട്ടുമ്പോൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. താഴെ ഇറങ്ങുന്നതിനൊപ്പം നിങ്ങൾ 1-2 എന്ന് കൺസിഡർ ചെയ്യാം. ഓവറാളം നോക്കിയാൽ തങ്കമയിൽ വന്നിട്ട് തങ്കമയിൽ വിളിഞ്ഞിരിക്കുന്നു, ടൈറ്റൻ വിളിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം കല്യാണിൻ്റെ റിസൾട്ടും വരുന്നു. അതുപോലെ ഡോക്ടർ റെഡ്ഡിയും വിളിഞ്ഞിരിക്കുന്നു. അത് അല്ലാതെ വലിയ മൂവ്മെൻ്റ് ഒന്നും അവിടെ ഇല്ല. എന്ന പുറത്ത് മട്ടിൽ ഇന്ന് എന്തൊക്കെയാണ് ന്യൂസ് എന്ന് നോക്കാം. ഇന്ന് ITCനെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ആദിത്യ ബിർളയുടെ സെയിൽസ് പേപ്പർ പൾപ്പിൽ 3000-3500 കോടി ഇവർ വാങ്ങുന്നു എന്നത് സമ്മതിച്ചിരിക്കുന്നു. അതിന് ഉണ്ടായിട്ടുള്ള മൊത്ത കാശിനെയും ഇറക്കിയിരിക്കുന്നു, അവർ കൊടുത്തിരിക്കുന്നു. ഈ ക്വാർട്ടറിൽ നിന്ന് അയേണിങ്സ് അവർക്ക് വരും. ഇന്ത്യാസ് ലാർജസ്റ്റ് പേപ്പർ കമ്പനി ആയിട്ട് ഇപ്പോൾ ITC ഇറങ്ങിയിരിക്കുന്നു.
അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള പേപ്പർ കമ്പനി ഇപ്പോൾ ITCയുടേതാണ്. ഞാൻ പറഞ്ഞതുപോലെ സിഗരറ്റിലിരുന്ന് അവർ കാശിനെടുത്ത് മറ്റെല്ലാ സ്ഥലങ്ങളിലും അവർ ഇട്ടിരിക്കുന്നു. ഇത് വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ അതുവരേക്കും നമ്മൾ ക്ഷമ കാക്കണം. ITCയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ്. സെല്ലോ എന്ന് പറയുന്ന പേന, പിന്നെ കൺസ്യൂമർ ഗുഡ്സ്, ഈ ബോട്ടിൽ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്യുന്ന ഈ സെല്ലോ വേൾഡ് നാൾ കാരണം 1960s തുടങ്ങിയതാണ്. റാത്തോയുടെ മോൻ അവരുടെ ഫാമിലിയിലുള്ള 2 ആൾക്കാരും ചേർന്ന് ഗാൽമൻ അവരൊക്കെ ഇവിടെ ഡയറക്ടേഴ്സായിട്ടാണ് ഇരിക്കുന്നത്. അവർ ഈ കമ്പനീനെ മെയിൻ ക്യാപിറ്റൽ എടുത്ത് വിൽക്കുന്നതായിട്ട് ഒരു വാക്ക് അടിപ്പെടുന്നു. കോട്ടക് മഹീന്ദ്രയാണ് പ്രൊമോറ്റേഴ്സിന് അഡ്വൈസ് ചെയ്യുന്നത് എന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇതുവരെ ഒരു 75% ഷെയർസ് വന്നിട്ട് പ്രൊമോട്ടർ എടുത്തിരിക്കുന്നു. അതിന് ഇവർ വന്നിട്ട് ഒരു 3000 കോടിക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വാക്ക് വന്നിരിക്കുന്നു. ഇന്ന് ഷെയർ പ്രൈസ് വന്നിട്ട് 344 രൂപയിലാണ് ഇരിക്കുന്നു. ഈ വർഷം 36% മുള്ളിനിരിക്കുന്നു. സെല്ലോ വേൾഡ് ഓൺ ആൻഡ് ഓഫ് ഒരുപാട് ആൾക്കാരെടുത്ത് സംസാരിച്ചിരിക്കുന്നു നാറ്ററിനെ കുറിച്ച്. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡിക്ക് ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത് വായിൽ വരുന്നില്ല പേര്. റാർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ്. ആഫ്രിക്കയിൽ ഒരുപാട് കിട്ടുമെന്ന് പറയുന്നു. ഇമ്യൂണോതെറാപ്പി ഡ്രഗാണ്. ആ ഡ്രഗിന് സൗത്ത് ആഫ്രിക്കയിൽ ഡോക്ടർ റെഡ്ഡിക്ക് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. ഇത് രണ്ടാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെല്ലോ വേൾഡിനെ കുറിച്ച് പറഞ്ഞു, ITCയെ പറഞ്ഞു, പിന്നെ ഈ റെഡ്ഡിനെ കുറിച്ചും പറഞ്ഞു. 4 കാര്യം സ്പേസ് എക്സ് വീഴുന്നോണ്ടേ ഇരിക്കുന്നു. സ്പേസ് എക്സ് വീഴുന്നതിൻ്റെ മെയിൻ കാരണം വന്നിട്ട് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻസസ് ആണ്. ഇത്രയും ദിവസം വരയ്ക്കും പ്രൈവറ്റ് കമ്പനി ആയിട്ട് ഇരുന്നവർ ക്യാപിറ്റൽ എക്സ്പെൻസസിനെ ആരും നോക്കിയായിരുന്നില്ല. ഇൻവെസ്റ്റർ വന്നിട്ട് S&P 500 വന്നിരിക്കുന്ന ഇൻവെസ്റ്ററാണ്. ഇത് കാരണം മാഗ്നിഫൈയിങ് ഗ്ലാസസിന് വെച്ച് ഈ S&P 500 ഇതിനൊക്കെ അവർ നോക്കുന്നു. എല്ലാ ടെക് സ്റ്റാക്സും മേലെ കയറിയായിരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത്രയും ദിവസം അടി വാങ്ങിയത് വാർ പാസ്സായി എല്ലാം ശരിയായി പോകും ഇതിൽ പറയും സബ് ചങ്കാസി എന്ന് പോലെ സന്തോഷമായിട്ട് വളരെ കുതൂഹലമായിട്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. ഇതോടുള്ള മുഖ്യ കാര്യം എന്തെന്ന് വെച്ചാൽ എത്ര എന്ന കമ്പനിയിൽ നിന്ന് 18% ഏറിയിരിക്കുന്നു. പ്രബല ബ്രോക്കേഴ്സൊക്കെ 35% വരയ്ക്കും ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ ഏറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറോ മോട്ടോർക്കൊപ്പം ഇതിൻ്റെ ഒപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഇവിടെ കുറച്ചാണ് ലോസ്. 19 ഈ ജാലി മംഗസ്ഡ് അത് നമ്മൾ അതിന് മര്യാദ കൊടുക്കുന്നത് ഇല്ല. പ്രോഫിറ്റബിൾ ആകും, പെട്ടെന്ന് പ്രോഫിറ്റ് ആകും എന്ന് നമ്മൾ വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ഹീറോ മോട്ടോർ കാർപ്പ് ഇരിക്കുന്നു, അതിനെ എടുക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. ഹീറോ മോട്ടോർ കാർപ്പ് എന്ത് പറയുന്നു എന്നാൽ ഇത്രയും ദിവസം ഞങ്ങൾ CD100 125 ഇതുപോലെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കമ്മിങ് ഫോർവേഡ് പ്രീമിയമൈസേഷനിൽ പോയി പ്രീമിയം മൊബിലിറ്റി സൊല്യൂഷൻസ് കൊടുക്കാൻ പോകുന്നു. ഈ മോട്ടോർ സെക്ടേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അവർക്ക് മാർക്കറ്റിൽ ഇതുപോലത്തെ ഇമേജ് ഇരിക്കുന്ന എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അടുത്തത് കെൻ ന്യൂസ് പേപ്പറിൽ ഒരു വലിയ ആർട്ടിക്കിൾ ഇരിക്കുന്നു. പിക്ചർ ഇതുപോലത്തെ ഓർഡിനറി ചെറിയ ചെറിയ വണ്ടികൾ ചൈനീസ് ബാറ്ററീസൊക്കെ അതിൽ ഉപയോഗിക്കുന്നു. ചൈനീസ് ബാറ്ററീസൊക്കെ യൂസ് ചെയ്യുന്നു. ബാറ്ററീസിനൊക്കെ ചൈനക്കാരർ ആപ്പ് മൂലം ഉപയോഗിച്ച് അതായത് നടു റോട്ടിലിരിക്കുന്ന ഈ റിക്ഷാസൊക്കെ നടുവിളിക്കുന്നു. ഇത് കാരണം അമേരിക്കയിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ബ്ലാക്കറ്റ് പ്ലങ് കൊടുത്തിരിക്കുന്നു. ജപ്പാനിലൊക്കെ ഹൈബ്രിഡ് വണ്ടികൾ വിൽക്കുന്നു. അത്ര വലിയ പൊസിഷൻ എടുക്കാതെ കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഷെസ്ന മാത്രം ഈ പെർഫെക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർ ദി ഫസ്റ്റ് ടൈം അമേരിക്കയും ജപ്പാനും ചേർന്ന് ഒരു മാർക്കറ്റിൽ എണ്ണിൽ വാങ്ങി അതിൽ ഡോളറിനെ പ്രോപ്പപ്പ് ചെയ്തിരിക്കുന്നു. നോർമലി ഇതുപോലെ ബാങ്ക് ഓഫ് ജപ്പാൻ ചെയ്യുവാണെങ്കിൽ അമേരിക്ക അതിനെ സമ്മതിക്കില്ല. ജപ്പാനാണ് ചീപ്പസ്റ്റ് മാർക്കറ്റ് ഇൻ ദി വേൾഡ്. ഈ പ്രോപ്പപ്പ് ചെയ്താൽ തന്നെ ചീപ്പായിട്ട് അമേരിക്കയ്ക്ക് വരുമെന്ന് സ്കോട്ട് ബെസന്റും പറഞ്ഞിരിക്കുന്നു. സോ അമേരിക്കയ്ക്കും ചീഫ് കാശ് ആവശ്യപ്പെടുന്ന കാരണം ഈ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. ഇന്ന് ഫെഡറൽ ബാങ്ക് 3.5% വിഴുന്നിരിക്കുന്നു. തൂട്ടും അതുപോലെ വീഴുന്നു കറക്റ്റായിരിക്കുന്നു. ഗോൾഡ് റിലേറ്റഡ് ബാങ്ക്സ്, ഗോൾഡ് ലോൺ റിലേറ്റഡ് ബാങ്ക്സ് കമ്പനീസ് ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു നല്ലൊരു ചാൻസാണ്. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. അണിപേജ്.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം.
ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങളിതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും രൂപ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.